ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് CBSE 10ാം ക്ലാസ്സിൻ്റെ അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗമാണ്. അതിൻ്റെ പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാദ്യം നിങ്ങൾ കേൾക്കുക, അതിനുശേഷം പാഠഭാഗത്തിൻ്റെ ആശയം പ്രതിപാദിക്കുന്ന ഈ വീഡിയോ സശ്രദ്ധം കേൾക്കുകയും ആവശ്യം വേണ്ടുന്നതായ പോയിന്റുകളൊക്കെ കുറിച്ച് വയ്ക്കുക, അത് ഓർമ്മയിൽ സൂക്ഷിക്കുക. പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് CBSE 10ാം ക്ലാസ് മലയാളം പഠിക്കുന്ന കുട്ടികൾക്കുള്ള റിവിഷൻ ചലഞ്ചാണ്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് സഹായകരമായി, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു, അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലായി എന്നതിൻ്റെ കമൻറ്റ് നിങ്ങൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, അതിനനുസരിച്ചായിരിക്കും ബാക്കി പാഠഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. മറ്റു വിഷയങ്ങൾ പഠിക്കുന്ന ഇടവേളകളിൽ മലയാളത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുക. ഇനി മലയാളം എനിക്ക് വായിക്കാൻ അറിയില്ല, ഉത്തരം എഴുതാൻ അറിയില്ല എന്നൊക്കെ വിഷമിക്കുന്ന കുട്ടികൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാഠഭാഗം വായിക്കുന്ന വീഡിയോ കേൾക്കുക, ആശയം പ്രതിപാദിക്കുന്ന വീഡിയോ കേൾക്കുക, നിങ്ങളുടെ പുസ്തകത്തിലെ കഠിനപദങ്ങളൊക്കെ എഴുതി ശീലിക്കുക. അങ്ങനെ പ്രാക്ടീസ്. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചിരിഞ്ഞു മടങ്ങിയിരുന്നമ്മ നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല എന്തിനെന്നും. പക്ഷെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണവർണ്ണമായി പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. എന്താണ് ഈ വരികളുടെ ആശയം? കാറിൻ്റെ പിൻസീറ്റിൽ എത്ര തന്നെ നേരെ ഇരുത്തിയിട്ടും അമ്മ ഒരു വശത്തേക്ക് ചരിഞ്ഞു മടങ്ങിയിരിക്കുകയാണ്. ശരീരത്തിലെ നീരെല്ലാം വറ്റി ഉണങ്ങി വരണ്ട ചുള്ളിക്കമ്പുകൾ പോലെയുള്ള കൈകൾ നിവർത്താതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും അമ്മ ചോദിച്ചില്ല. അമ്മയുടെ കണ്ണുകൾ ഉപയോഗിച്ച് പഴകിയ പിഞ്ഞാണത്തിൻ്റെ നിറമായി മാറിയിരിക്കുന്നു. ആ കണ്ണുകളെ പാടയും പീളയും മൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള കണ്ണുകൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അവർ തുറക്കുന്നത്. കാറിൻ്റെ പിൻസീറ്റിൽ എത്ര തന്നെ നേരെ ഇരുത്തിയിട്ടും അമ്മ ഒരു വശത്തേക്ക് ചരിഞ്ഞു മടങ്ങിയിരിക്കുകയാണ്. ശരീരത്തിലെ നീരെല്ലാം വറ്റി ഉണങ്ങി വരണ്ട ചുള്ളിക്കമ്പുകൾ പോലെയുള്ള കൈകൾ നിവർത്താതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നതെന്നും എന്തിനാണ് പോകുന്നതെന്നും അമ്മ ചോദിച്ചില്ല. അമ്മയുടെ കണ്ണുകൾ ഉപയോഗിച്ച് പഴകിയ പിഞ്ഞാണത്തിൻ്റെ നിറമായി മാറിയിരിക്കുന്നു. ആ കണ്ണുകളെ പാടയും പീളയും മൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള കണ്ണുകൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അവർ തുറക്കുന്നത്. എല്ലും തോലുമായ രൂപം, നീരറ്റ ചുള്ളിക്കമ്പുകൾ പോലെയുള്ള കൈ, ഇതെല്ലാം ആ അമ്മയുടെ വാർദ്ധക്യത്തിൻ്റെ തീർത്തും അവശമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്നും എന്തിന് പോകുന്നുവെന്നും അമ്മ ചോദിക്കാത്തത് അരുതാത്തതൊന്നും മകൻ തന്നോട് ചെയ്യില്ല എന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ്. അതുപോലെ മകനോട് തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയാനും ചോദിക്കാനുള്ള അവകാശങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. ആയക്കാലത്ത് മകന് വേണ്ടി പണിയെടുത്ത് അവന് ചുറ്റും സുരക്ഷയൊരുക്കാൻ വേണ്ടി കണ്ണു തുറന്ന് ജാഗ്രതയോടെ ഇരുന്നതാണ് ഈ അമ്മ. ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്നതാണ് പിഞ്ഞാണം. അത് ഉപയോഗിച്ച് അതിൻ്റെ നിറം മങ്ങിപ്പോകും. അതുപോലെ മക്കൾക്ക് ചുറ്റും എല്ലാ സമയം കണ്ണു തുറന്നു വെച്ച് സുരക്ഷിത വലയം തീർത്ത അമ്മയുടെ കണ്ണുകളും പഴകിയ പിഞ്ഞാണം പോലെ നിറം കെട്ടു പോയിരിക്കുന്നു. പാടയും പീളയും മൂടിയ കണ്ണുകൾ വാർദ്ധക്യത്തിൻ്റെ അടയാളമാണ്. അമ്മ മകനു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ആഴം വ്യക്തമാക്കാനാണ് ഈ വർണ്ണന, കവിയുടെ മനോഹരമായ ഈ വർണ്ണന. ഒരു തരത്തിൽ അമ്മയുടെ കണ്ണുകളിൽ ബാധിച്ച ഈ അന്ധത വാർദ്ധക്യത്തിൻ്റെതാണെങ്കിൽ മകന് ഉൾപ്പെടുന്ന ഈ പരിഷ്കൃത സമൂഹത്തിന് ബാധിച്ചത് എന്താണ്? സ്വാർത്ഥതയുടെ അന്ധതയാണ്. ഇനി അടുത്ത വരി ശ്രദ്ധിക്കൂ. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ ആകാശഗോപുരങ്ങൾക്കു താഴത്തവ നാളേക്കു വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു. ഇപ്പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ടിറക്കിയാൽ എന്നോർത്തു
പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തോരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഈ വരികളുടെ ആശയം എന്താണ്? രാത്രി ആയതോടുകൂടി തെരുവീഥികളിൽ ആരുമില്ലാതായിരിക്കുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന വലിയ ഗോപുരങ്ങൾക്ക് താഴെ അവർ നാളെ ഉണരുന്നതിനായി കിടന്നുറങ്ങുകയാണ്. കേവലം യാന്ത്രികമായ ഉറക്കം. ഇവിടെയുള്ള വലിയ ഷോപ്പിംഗ് മാളിൻ്റെ തൊട്ടടുത്തായി അമ്മയെ ഇറക്കി വിട്ടാലോ എന്ന് മകൻ ഓർത്തുപോയി. അപ്പോഴതാ അവിടെ പെറ്റുകിടക്കുന്ന പട്ടിക്ക് എന്തൊരു ശക്തിയാണ്! അത് കുരച്ചുകൊണ്ട് ചാടി കുതിച്ചു വരുന്നു. ഇതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് നോക്കിയാൽ നമുക്കിങ്ങനെ പറയാം: രാത്രി ആയതോടുകൂടി എല്ലാവരും ഉറക്കത്തിലാണ്. എന്നാൽ ഈ ഉറക്കം യാന്ത്രികമാണ്. തിരക്ക് പിടിച്ച നഗരത്തിൽ നാളെയുടെ തിരക്കിലേക്ക് ലാഭം കൊയ്യണമെന്ന ചിന്തയോടെ ഉണരാനാണ് അവർ ഉറങ്ങുന്നത്. എന്തും വാങ്ങാൻ കിട്ടുന്ന ഇടങ്ങളാണ് വലിയ മാളുകൾ. അവിടെ സമ്പത്തും ലാഭനഷ്ട കണക്കുകളും മാത്രം നോക്കിപ്പോകുന്ന ഇടങ്ങളാണ്. എന്നാൽ അമ്മയെയും അവർ കാണിക്കുന്ന സ്നേഹത്തെയും അവിടെ വാങ്ങാൻ കിട്ടില്ല. അങ്ങനെയൊരു മാളിനടുത്ത് ആ വൃദ്ധയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ശ്രദ്ധേയമാകുന്നു. അമ്മയിൽ നിന്ന് ഇനി ഒന്നും മകന് കിട്ടാനില്ല. പ്രായമായതുകൊണ്ട് അമ്മ അവർക്ക് ഒരു ഭാരമായി തീരുമെന്നാണ് വിശ്വാസം. പെരുമാൾ എന്ന് മാത്രമല്ല, പെരുമാൾ എന്നുകൂടി കവി പറയുന്നത് നമുക്ക് കാണാം. പെരുമാൾ, പെരുമാൾ രണ്ടും രണ്ടർത്ഥമാണ്. പെരുമാൾ വലിയ മാൾ, പെരുമാൾ എന്ന് പറഞ്ഞാൽ ദൈവം. സമ്പത്തിനെ ദൈവമായി കണ്ട് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിന് ലാഭം മാത്രമേ ചിന്തിക്കാനാവൂ. അങ്ങനെ വരുമ്പോൾ അമ്മ ഇനി അവർക്ക് ഒരു നഷ്ടം മാത്രമാണ്. അമ്മയെ വലിയ മാളിനടുത്ത് ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ തെരുവ് പട്ടി കുരച്ചു ചാടി വരികയാണ്. തൻ്റെ മക്കളെ അപായപ്പെടുത്താനാണ് മറ്റുള്ളവർ വരുന്നതെന്ന് വിചാരിച്ചാണ് ആ തെരുവ് നായ് ചാടി കുതിച്ച് കുരച്ചുകൊണ്ട് വരുന്നത്. മാത്രമല്ല, ഈ തെരുവ് പട്ടി സ്വന്തം കുഞ്ഞിനെ നോക്കിയതുപോലെ അങ്ങേയറ്റം ജാഗ്രതയോടെയാണ് ഇന്ന് ഈ മകൻ ഉപേക്ഷിക്കാൻ പോകുന്ന അമ്മയും ഈ മകനെ നോക്കിയത്. അപ്പം നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? എത്രയൊക്കെ നമ്മൾ അറിവ് നേടിയിട്ടും ഒരു നായ് കാണിക്കുന്ന വിവേകം പോലും ഇല്ലാത്ത രീതിയിൽ മനുഷ്യൻ അധപ്പതിക്കുന്ന കാഴ്ച. അങ്ങനെ തെരുവ് പട്ടി കുരച്ചു ചാടി വന്നതിനാൽ അമ്മയെ അവിടെ ഉപേക്ഷിക്കാതെ മകൻ അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ കുറ്റബോധമാവാം, ഇനി അമ്മയെ ആ നായ്ക്കൾ ആക്രമിക്കുമെന്ന് കരുതിയത് കൊണ്ടോ ആവാം, അമ്മയെ അവിടെ ഇറക്കാതെ മകൻ കാറോടിച്ച് മറ്റൊരിടം തേടി പോകുന്നു. ജില്ലാശുപത്രിക്കരികിൽ ഒരേയൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്ത ഒരു ഇരുളിടം. പക്ഷെ പടികളിൽ എന്തോ തടഞ്ഞുപോയി പണ്ട് പനിച്ചതും അമ്മയെടുത്തുകൊണ്ട പടി ഓരോന്നും കേറിക്കിതച്ചതും അന്നത്തെ സൂചിപ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. എന്താണ് ഇവരുടെ അർത്ഥം? ജില്ലാശുപത്രിക്കരികിൽ ഈ രാത്രി സമയത്ത് ഒരേ ഒരു കട മാത്രം തുറന്നിട്ടുണ്ട്. അവിടെ ഉറക്കച്ചടവോടെ 2-3 ആളുകൾ നിൽക്കുന്നു. കടയ്ക്ക് പിറകിലായി തീർത്തും ഇരുട്ട് നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അമ്മയെ ഇവിടെ കളഞ്ഞാലോ എന്ന് ചിന്തിച്ചപ്പോൾ മകൻ്റെ ഓർമ്മകൾ ആശുപത്രിയുടെ പടികളിൽ ഉടക്കി നിന്നു. പണ്ട് പനി പിടിച്ചതും അപ്പോൾ തന്നെയും എടുത്തുകൊണ്ട് ആശുപത്രിയുടെ പടികൾ ഓരോന്നും അമ്മ കിതപ്പോടെ കയറിയതും മകൻ ഓർക്കുന്നു. അന്ന് അവിടെ വെച്ച് അനുഭവിച്ച സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെ ഒരു നീറ്റൽ അമ്മയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലൂടെ കടന്നുപോയി. ഇന്നത്തെ മനുഷ്യർ രാത്രിയുടെ മറവിൽ അവരുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ ആരുമില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്, അല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ആളനക്കമില്ലാത്ത ആശുപത്രിയുടെ പിന്നാമ്പുറം. അവിടെ തൻ്റെ വീട്ടിലുള്ളവർക്കും തനിക്കും ഭാരമായി തീർന്ന അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് പണ്ട് താൻ പനി പിടിച്ചു കിടന്നതും തനിക്ക് വേണ്ടി അമ്മ വളരെ സഹിച്ചതും മകൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. എന്താണ്? അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെ ഒരു നീറ്റൽ മകൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടു. അത് കുറ്റബോധത്തിൻ്റെ നീറ്റലാണ്. പനി പിടിച്ച് വാടിത്തളർന്ന തന്നെയും എടുത്തുകൊണ്ട് ആശുപത്രിയുടെ പടികൾ അമ്മ ഓടി കയറിയപ്പോൾ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്ന തനിക്ക് അമ്മയുടെ ആ കിതപ്പിൻ്റെ
ശക്തി അല്ലെങ്കിൽ ആ കിതപ്പ് അനുഭവിച്ചറിഞ്ഞതാണ്. അമ്മയ്ക്ക് എത്ര ബുദ്ധിമുട്ട് അന്ന് നേരിട്ടു എന്നുള്ളത് ഇപ്പോൾ തനിക്ക് മനസ്സിലാവും. പക്ഷേ തൻ്റെ ആരോഗ്യത്തെ പോലും വകവയ്ക്കാതെ മകൻ്റെ സുരക്ഷയെ കരുതി ആ ആശുപത്രിയുടെ പടികൾ അമ്മ ഓടിക്കയറി. തന്നേക്കാൾ വലുതാണ്, തൻ്റെ ബുദ്ധിമുട്ടിനേക്കാൾ വലുതാണ് മകൻ്റെ ആരോഗ്യമെന്ന് അമ്മ കരുതി. അടുത്ത വരികൾ: പിന്നെയും മുന്നോട്ട് വെട്ടമില്ലാളില്ല കുട്ടി ഏകാന്തത കണ്ണു പൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമുണ്ടൊന്നിനി പൊട്ടിക്കരഞ്ഞും ശഠിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങിപ്പിടഞ്ഞതും പിച്ചിയതാര് കരിഞ്ഞുരിക്കൈകളോ പെട്ടെന്ന് വാഹനം മുന്നോട്ടു പോകുകയായി. പിന്നെയും മകൻ അമ്മയെയും കൊണ്ട് മുന്നോട്ട് പോയി. വെളിച്ചവും ആളുമില്ലാതെ ഏകാന്തത കണ്ണുപൊത്തിക്കളിക്കുന്ന വിദ്യാലയമുറ്റമാണ് ഇനിയുള്ളത്. അമ്മയെ ഇവിടെ ഉപേക്ഷിച്ചാലോ എന്നാണ് മകൻ്റെ ചിന്ത. അവിടെ എത്തിയപ്പോൾ പണ്ട് ഇവിടെ വെച്ച് വാശി പിടിച്ച് കരഞ്ഞത്, പൊട്ടിക്കരഞ്ഞത്, സ്കൂളിലെത്തിയ സമയം മുതൽ ഉച്ചയാവോളം അമ്മ മതിലിൻ്റെ പുറത്ത് തന്നെയും കാത്തു നിന്നത്, ഹൃദയത്തിൽ കരച്ചിൽ കുരുങ്ങിക്കിടന്നത് ഒക്കെ അവൻ ഓർത്തു. ആരോ അവനെ നുള്ളിയതുപോലെ, പിച്ചി ഉണർത്തിയതുപോലെ കരിഞ്ഞുണങ്ങിയ ഈ കൈകളാണോ? പെട്ടെന്ന് അമ്മയെ ഇവിടെ ഉപേക്ഷിക്കേണ്ട എന്ന് ചിന്തിച്ച് അവിടെ നിന്നും വാഹനം മുന്നോട്ട് പോയി. എന്താണ് അതിൻ്റെ ആശയം? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ തന്നെയും സ്കൂളിലാക്കി പോകുമ്പോൾ അമ്മയോടൊപ്പം പോകാൻ ഞാൻ വാശി പിടിച്ച് കരഞ്ഞു എന്ന് കവി ഓർക്കുകയാണ്. ഈ കവിയല്ല, മകൻ ഓർക്കുകയാണ്. അമ്മ പോകുമ്പോൾ കരഞ്ഞ് വിതുമ്പൽ അവസാനിക്കാതെ താൻ ഉച്ചവരെ അവിടെ കഴിച്ചു കൂട്ടും. നിങ്ങളും അങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ KG ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക എങ്ങനെയായിരുന്നു എന്നുള്ളത്. മകൻ്റെ അവസ്ഥ അറിയാവുന്ന അമ്മ സ്കൂളിൻ്റെ ചുറ്റുമതിലിന് പുറത്ത് വെയിൽ കൊണ്ട് ഉച്ചയാവോളം അവനെ കാത്തു നിന്നു. ഇതെല്ലാം ഓർത്തപ്പോൾ പൊട്ടിക്കരയണമെന്നുണ്ട്. എന്നാൽ കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നു. ചെയ്യുന്ന തെറ്റിലുള്ള കുറ്റബോധം മനസ്സിൽ നിറയുമ്പോൾ തന്നെ ആരോ പിച്ചി ഉണർത്തിയതുപോലെ തോന്നി. തൻ്റെ വാശിക്കും തെറ്റുകൾക്കെല്ലാം ചെറിയ ശിക്ഷ അമ്മ നൽകാറുണ്ട്. അതേപോലെ അമ്മയുടെ കരിഞ്ഞുണങ്ങിയ കൈകളാണോ തന്നെ നുള്ളിയത് എന്ന് മകൻ ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിച്ച് നോവിക്കുന്നത് അമ്മയോടുള്ള കടമ നിറവേറ്റാത്ത, അമ്മ തനിക്ക് വേണ്ടി സഹിച്ചതൊക്കെയും മറന്നു പോയതിലുള്ള അയാളുടെ മനസ്സിൽ ഉള്ള കുറ്റബോധമാണ്. താൻ ഒന്നും അമ്മയോടുള്ള കടമ നിറവേറ്റിയിട്ടില്ല. അങ്ങനെയുള്ള തനിക്ക് വേണ്ടി സകലതും സഹിച്ച അമ്മ, ആ അമ്മയ്ക്ക് ആ വാർദ്ധക്യത്തിൽ ആശ്രയം കൊടുക്കാതെ അവരെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന മകൻ്റെ കുറ്റബോധമാണ് പിച്ചി ഉണർത്തതുപോലെ മകന് തോന്നിയത്. വരികൾ ശ്രദ്ധിക്കൂ. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ ആരാണ് മുന്നിൽ പുറത്തേക്ക് അശാന്തനായി ഈശ്വരൻ കാറ്റൊന്നു കൊള്ളാനിറങ്ങിയോ? എന്താണ് ഈ വരികളുടെ ആശയം? ഇനി എവിടെയാണ് അമ്മയെ ഇറക്കി വിടേണ്ടത്? സ്വബുദ്ധിയില്ലാതെ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൽ അമ്മ എപ്പോഴും തന്നെ കൊണ്ടുപോകണമെന്ന് ശല്യപ്പെടുത്താറുള്ള കോവിലിന് മുന്നിൽ ഇറക്കി വിട്ടാലോ? ആരാണ് മുന്നിൽ നിൽക്കുന്നത്? അശാന്തിയോടെ കാറ്റ് കൊള്ളാനെന്ന ഭാവത്തോടെ ഈശ്വരൻ പുറത്തേക്കിറങ്ങിയോ? മകൻ്റെ ചിന്തയാണിത്. ഇനി അമ്മയെ എവിടെ കൊണ്ടിറക്കും? ഇറക്കി വിടാൻ അമ്മ എന്നത് വണ്ടിയെ കയറ്റൊരു വസ്തുവല്ല എന്ന് ഓർക്കണം, അല്ലേ? പക്ഷേ ഇതൊരു ഭാരമായിട്ട്, അമ്മ ഒരു ഭാരമായിട്ട് മകൻ കരുതുകയാണ്. അമ്മ അയാൾക്കും ഭാര്യയ്ക്കും അവരുടെ ജീവിതത്തിനിടയ്ക്ക് ഒഴിവാക്കേണ്ട ഒരു ഭാരമായി മാറിയിരിക്കുന്നു. സ്വന്തമായി ഒന്നും ചെയ്യാനാവാത്തൊരവസ്ഥയാണ് ഇവരുടെ വാർദ്ധക്യം. തനിച്ച് എവിടെയും പോകാനും പറ്റില്ല. ആ അവസ്ഥയിലാണ് മകനോട് തന്നെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അന്ന് ഇത് കേൾക്കുമ്പോൾ മകന് ഒരു ശല്യമായി തോന്നിയിരുന്നു. പക്ഷേ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? പണ്ട് മകൻ്റെ എത്ര വാശിയെയും അമ്മ ഒരു ശല്യമായി കണ്ടിട്ടില്ല. എന്നാൽ അമ്മയുടെ ഒരു ചെറിയൊരു ആവശ്യത്തിന് പോലും മകന് ശല്യപ്പെടുത്തലായി തോന്നുകയാണ്. മകൻ്റെ മനസ്സിൽ തന്നോടുള്ള അകൽച്ച അറിയാത്ത അമ്മ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തന്നെയാണ് അമ്പലത്തിൽ പോകാൻ ആവശ്യപ്പെടുന്നത്, ഇല്ലേ? ഒരുപക്ഷെ തന്നോടുള്ള ഈ അവഗണന സഹിച്ച് അവർക്ക്
മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ ഒരുപക്ഷെ എത്രയും വേഗം എന്നെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നിരിക്കണം. എന്തായാലും മകൻ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. എന്നാൽ നേരത്തെ മകൻ്റെ മനസ്സിൽ തോന്നിയ കുറ്റബോധത്തിൻ്റെ ഒരു ശക്തിയുണ്ടല്ലോ, അതവിടെ മാറിയിട്ടില്ല. അയാളുടെ മനസ്സിൽ വീണ്ടും ഉയർന്നു പൊങ്ങുകയാണ്. താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണ്? ഈശ്വരൻ പോലും സഹിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി കണ്ട് അശാന്തിയോടെ കോവിലിന് പുറത്ത് കാറ്റുകൊള്ളാൻ എന്ന ഭാവത്തിൽ ഈശ്വരൻ ഇറങ്ങിപ്പോവുകയാണോ എന്ന് മകന് തോന്നുകയാണ്. അതായത് മനുഷ്യൻ്റെ ദയാപൂർണമല്ലാത്ത പ്രവൃത്തികൾ ഈശ്വരന്മാരെ പോലും അസ്വസ്ഥതപ്പെടുത്തുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. അതായത് പുതിയ കാലത്തിൻ്റെ പ്രവൃത്തികൾ ഈശ്വരന് പോലും സമാധാനമില്ലാതാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ എന്താണ്, മകനെ വീശിക്കടന്നു പോയ കാറ്റിനെയാണ് ഈശ്വരൻ്റെ ഇറങ്ങിപ്പോക്കായിട്ട് മകൻ സംശയിക്കുന്നത്. അമ്മയുടെ മനസ്സിന് ആശ്വാസം നൽകിയ ഈശ്വരൻ തൻ്റെ ഒരിക്കലും ക്ഷമിക്കാനാവാത്ത പ്രവൃത്തി കണ്ട് ഇറങ്ങിപ്പോയതായി മകന് തോന്നുന്നു. അതായത് കഠിനമായ ഒരു കൊടും ക്രൂരതയാണ്, പാതകമാണ് താൻ ചെയ്യാൻ പോകുന്നത്. തനിക്ക് ജന്മം നൽകിയ അമ്മയെ വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ നടതള്ളാൻ ഒരുങ്ങുന്ന തൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് ഈശ്വരൻ പോലും അശാന്തനായിട്ട് കോവിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് മകന് തോന്നുന്നു എന്ന് പറയുന്നത് എന്താണ്? മകന് തന്നെ തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, താൻ ഒരിക്കലും ക്ഷമിക്കാനാവാത്തൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതിലൂടെ വീശിക്കടന്നു പോയ കാറ്റാണ് മകന് അങ്ങനെ ഒരു ചിന്താധാര ഉണ്ടാക്കുന്നത്. ഈശ്വരനാണ് തന്നെ ആ കോവിലിൽ നിന്ന് പുറത്തേക്ക് പോയത് എന്നുള്ളൊരു ചിന്ത. ആ കുറ്റബോധത്തിൻ്റെ നീറ്റൽ അങ്ങേറ്റം അയാളിൽ ഉയർന്നു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തണുക്കുന്നു ചില്ലുയർത്തിയിടുമ്പോൾ ഓർത്തു കരിമ്പടം അമ്മ വയറ്റത്തു പറ്റിക്കിടക്കുന്ന ചൂട് മുഷുവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. വല്ലാതെ തണുക്കുന്നു. തണുപ്പ് തട്ടാതിരിക്കാൻ കാറിൻ്റെ ചില്ല് ഉയർത്തുമ്പോൾ അവൻ ഓർത്തു, കരിമ്പടത്തിനുള്ളിൽ അമ്മയുടെ വയറിനോട് ചേർന്ന് പറ്റിക്കിടന്നപ്പോൾ അനുഭവിച്ച ചൂടും വിയർപ്പിനോടൊപ്പം കലർന്ന കാച്ചെണ്ണയുടെ മണവും പുലർച്ചെ മുതൽ അടുക്കളയിൽ ഓലക്കൊടികൾ പുകയുന്ന ഗന്ധവും മകൻ ഓർത്തു. എന്തതിൻ്റെ അർത്ഥം? കാറിൻ്റെ തുറന്നിട്ട ചില്ലിനിടയിലൂടെ കാറ്റ് ഉള്ളിലേക്ക് കടക്കുമ്പോൾ വല്ലാതെ തണുത്തു. അപ്പോഴാണ് പണ്ട് തനിക്ക് തണുപ്പേൽക്കാതിരിക്കാൻ കമ്പിളി പുതപ്പിനുള്ളിൽ തന്നെ ചേർത്ത് കിടത്തിയ അമ്മയെക്കുറിച്ച് മകൻ ഓർക്കുന്നത്. അന്ന് അമ്മയോട് ചേർന്ന് കിടന്നപ്പോൾ അനുഭവിച്ച ചൂട് ഇപ്പോഴും മറക്കാതെ അവൻ്റെ ഉള്ളിലുണ്ട്. അമ്മയുടെ വിയർപ്പും കാച്ചെണ്ണയുടെ ഗന്ധവും ചേർന്നുണ്ടായ ആ അനുഭവം, ഓലക്കൊടികൾ കത്തുമ്പോഴുണ്ടാകുന്ന പുകയുടെ ഗന്ധം അവനിപ്പോഴും ഓർക്കുകയാണ്. പുലർച്ചെ മുതൽ അടുക്കളയിലെ പുകയേറ്റ് മകന് വേണ്ടുന്നതെല്ലാം ഒരുക്കി കൊടുക്കുമ്പോൾ അടുപ്പിൽ നിന്നുയർന്ന ഓലക്കൊടികളുടെ ഗന്ധം മകന് മറക്കാനാവുന്നില്ല. അടുപ്പിലെരിഞ്ഞ ഓലക്കൊടികൾ പോലെ അവന് വേണ്ടി എരിഞ്ഞു തീർന്നവളാണ് ഈ അമ്മ. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ തിക്കിത്തിരക്കി മനസ്സിലേക്ക് വരുന്നതോടെ മകൻ്റെ കുറ്റബോധം വല്ലാതെ വർദ്ധിക്കുകയാണ്. സ്പർശനത്തിൻ്റെയും ഗന്ധത്തിൻ്റെയും എല്ലാം രൂപത്തിൽ ഓർമ്മകൾ മകൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു. ും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും. മടങ്ങാതെ വയ്യ തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി പിറകിലെ സീറ്റിലുണ്ടമ്മ വലത്തോട്ടു പൂർണ്ണമായി ചാഞ്ഞ് മയങ്ങിക്കിടക്കുന്നു. പീളയടിഞ്ഞ് നിറമ്പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം. ഒന്നിനും കൊള്ളാത്തവൻ എന്ന് ഭാര്യ ഇന്നും തന്നെ കുറ്റം പറയുമായിരിക്കും. എന്നാലും മടങ്ങിപ്പോവാതിരിക്കാൻ കഴിയില്ല. തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നുണ്ട്. മെല്ലെ പുറകോട്ട് തിരിഞ്ഞ് അമ്മയെ നോക്കി. പിറകിലെ സീറ്റിൽ അമ്മ വലതുഭാഗത്തേക്ക് പൂർണ്ണമായും ചരിഞ്ഞ് ഉറങ്ങിക്കിടക്കുന്നു. പീള വന്ന് നിറം മങ്ങിയ അമ്മയുടെ കണ്ണുകൾ ഒരു ദയയുമില്ലാതെ അടയ്ക്കാതെ വെച്ചതെന്തിനാണ്? പീളയടിഞ്ഞ് നിറംപോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വെച്ചമ്മ നിർദ്ദയം. അമ്മ കണ്ണുകൾ തുറന്നു വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതാഭിലാഷങ്ങൾ പൂർത്തീകരിക്കാതെ മരിക്കുമ്പോഴാണ് കണ്ണുകൾ തുറന്നു വെക്കുന്നതെന്ന്
ആളുകൾ പറയാറുണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ വൃദ്ധയായ അമ്മയുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാൻ മകൻ തയ്യാറായില്ല, അവരുടെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിച്ചില്ല എന്ന് നമ്മൾ കവിത വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. മാത്രമല്ല, തുറന്നു വെച്ച കണ്ണുകൾ മരണത്തിലും അവസാനിക്കാത്ത മകനോടുള്ള കരുതലാണ് എന്നും കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. അല്ലെങ്കിൽ എന്താണ്, വൃദ്ധരായവരോട് ഇന്നത്തെ സമൂഹം കാണിക്കുന്ന വിവേചനത്തോടുള്ള പ്രതിഷേധവുമാവാം. പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് റഫീഖ് അഹമ്മദ്. പാരമ്പര്യവും പുതുമയും കൂട്ടിച്ചേർത്തതാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി. പാറയിൽ പണിഞ്ഞത്, സ്വപ്ന വാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ, ശിവകാമി, തോരാമഴ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ. ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയതാണ് അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗം. പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആശയം മനസ്സിലാക്കിയാൽ തന്നെ ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വയം എഴുതാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് കൈവരുന്നതാണ്.